സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമത്ഭാവമായ ഗന്ധർവ, ഗന്ധർവന്മാരുടെ നായകൻ ചിത്രരഥന്റെ നഗരത്തിൽ നിന്നുള്ള ശിക്ഷ നിന്നെ തേടിയെത്തിയിരിക്കുന്നു. നീ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇറങ്ങൂ ചേച്ചി. ഞാൻ വരുന്നില്ല. ഞാൻ പിന്നെ എങ്ങനെ ഇതും കൊണ്ട് ഒറ്റയ്ക്ക് ആസിഡേ പോണോ? പോയാലെന്താ, ആരെങ്കിലും പിടിച്ചു തിന്നുവോ? എനിക്ക് വയ്യ ഒറ്റയ്ക്ക് പോവാൻ. ചേച്ചിക്ക് എന്തോന്ന് കൂടെ വന്നാല്? ഇപ്പൊ മനസ്സില്ല. ഒന്ന് പോകുട്ടി, ശല്യപ്പെടുത്താതെ. ഭാമേ, ഭാമ ഒന്നിങ്ങ് വന്നേ. നല്ല അലയൻസാ. ഇതുവരെ ഒന്നും ഒക്കാതെ കിടന്നിട്ട് ഇപ്പൊ ഇത് 10-ൽ 8 പൊരുത്തമുണ്ട് ജാതകത്തിൽ. പിന്നെ അവര് കാശൊട്ട് ചോദിക്കുന്നുമില്ല. പയ്യൻ MBA-കാരനാ. 16,000 രൂപ ശമ്പളമുണ്ട്. എനിക്കിപ്പോഴൊന്നും കല്യാണം ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഉടനെ? ഇപ്പോഴല്ലാതെ പിന്നെ നീ എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? ഒരു ഡിഗ്രി വേണമായിരുന്നു, അതിപ്പോ കിട്ടും. ഏതായാലും വലിയ റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ലല്ലോ. എന്നെങ്ങനെ അറിയാം? കാര്യം പറയുമ്പോ ഒരുമാതിരി തട്ടുത്തരം പറയല്ല വേണ്ടത്. ഞങ്ങൾക്ക് നിന്നെ പ്രതി കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. പ്രാക്ടിക്കലായിട്ട് ജീവിതം കാണുന്നവളാ ഞാൻ നോക്കിയിട്ട് നിനക്ക് വരാവുന്നതിൽ ഏറ്റവും ലക്കി ബന്ധമായിരിക്കും ഇത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കല്യാണം ആലോചിച്ചാ മതി. അവൾക്ക് സീരിയസ് ആയിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതിലും അത് ആ മറ്റേ ചെക്കനുമായിട്ടാണെന്നുള്ളതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനത് അന്നേ പറഞ്ഞതുമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തണം. അതിലും തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദേവനെ നിനക്കിഷ്ടമാണോ സീരിയസ് ആയിട്ട്? അതെ. അങ്ങനെയാണെങ്കിൽ അവനോട് പറ, അവന്റെ അച്ഛനെയോ ബന്ധുക്കളെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ. അതോ ഇനി അത് ഞാൻ തന്നെ പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്ന് പറയും? ദേവൻ സ്ഥലത്തില്ല, വന്നിട്ട് പറയാം. എവിടെ പോയി? അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുക. എവിടാ, നോർത്തിലാ? ആ. എന്നാ വരുന്നത്? അറിയില്ല, ഉടനെ വരും.
മുത്തശ്ശിക്ക് ഇനിയിപ്പോ നീ ദീപുവിനെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഇവനിപ്പോ എന്താ ഒരു കുറവ്? തറവാടിന് തറവാട്, ജാതിക്ക് ജാതി, പഠിപ്പിന് പഠിപ്പ്. നീ നിനക്ക് ഇഷ്ടപ്പെട്ടവന് കല്യാണം കഴിച്ചാൽ മതി. ഇനിയിപ്പോ നാളെ ദീപു അല്ല ദേവനായാലും മുത്തശ്ശിയുടെ സ്വർണം മുഴുവൻ നിനക്ക. ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. 7 പകലും 7 രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ, എൻ്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല. അയ്യോ, പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്? അപ്പോ നമ്മൾ ഈ കാണുന്നോണ്ട് വീണ്ടും ശിക്ഷ ഉണ്ടാവുമോ? അവിടെ അറിഞ്ഞാൽ ഇനി ശിക്ഷ വന്നാൽ അത് വരുന്നത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും. എന്തിനായിരുന്നു ശിക്ഷകൾ? എന്ത് തെറ്റിന്? തെറ്റുകൾ തെറ്റുകൾ അവർ പറയുമ്പോൾ എല്ലാം തെറ്റുകളാണ്. സ്വർഗത്തെ സംബന്ധിച്ച സത്യങ്ങൾ അറിയേണ്ടവനായ ഗന്ധർവൻ മനുഷ്യനാകാൻ മോഹിച്ചു, മരണം കാംക്ഷിച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ കന്യകാത്വം ചോർത്തിയെടുത്ത് അവളെ ദാസിയും പരിചാരികയും ഇരയും അടിമയും ആക്കാതെ ഇരുന്നത് ഗന്ധർവന്റെ തെറ്റ്. നിശാസഞ്ചാരിയായി അടിമയ്ക്ക് മാത്രം ദൃശ്യനായി അന്തരീക്ഷത്തിൽ തെന്നി നടക്കേണ്ട ഗന്ധർവൻ അവളുടെ കൽപ്പനപ്രകാരം സൂര്യ സാന്നിധ്യമുള്ള പകലുകളിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് സാധാരണ മനുഷ്യർക്കും കൂടി ദൃശ്യനാകാൻ തുനിഞ്ഞത് തെറ്റ്. അവരുടെ കർണങ്ങൾക്ക് അമൃതാകാൻ തീരുമാനിച്ചത് ധിക്കാരം. അടിമയുടെ അടിമയായി മാറിയ ഗന്ധർവൻ അവളുടെ ഇച്ഛയ്ക്ക് തോടിയെത്താൻ വേണ്ടി വിധിപ്രകാരം മാരടത്തിൽ അണിഞ്ഞു നടക്കേണ്ട രുതിനാശം എന്ന ഈ അപൂർവ രത്നത്തെ അവൾക്ക് സമ്മാനിച്ചത് അഹങ്കാരം. അങ്ങനെ അങ്ങനെ ഓരോ തെറ്റിനും ഉണ്ടായിരുന്നു ശിക്ഷകൾ. മനസ്സും ശരീരവും മുറിക്കുന്ന ശിക്ഷകൾ. ശിക്ഷയിലൂടെ പ്രായശ്ചിത്തം തന്ന് എന്നെ വീണ്ടും ഭൂമിയിൽ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നിന്നെ കാണാനോ നിന്നെക്കുറിച്ച് ഓർക്കാനോ പാടില്ലെന്ന ഉഗ്രശാസനയോടെ. കണ്ടുവെന്നറിഞ്ഞാൽ? അറിയില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചാണ് ഞാൻ നിന്റെ അടുത്തെത്തിയത്. പ്രകൃതിയുടെ ചാരന്മാർക്ക് എന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 പകലും
2 രാത്രിയും നിന്നെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. ചാരന്മാരുടെ കണ്ണ് വെട്ടിക്കാൻ ഇന്നേ കഴിഞ്ഞുള്ളൂ. ഈ രാത്രി അവരുടെ കണ്ണിൽ പെടാതെ ഇരുന്നാൽ, ഈ ചന്ദ്രൻ അസ്തമിക്കും വരെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാനവരെ ജയിച്ചു. എനിക്ക് പിന്നെ മനുഷ്യനാകാം. കെണിയുടെയും ചതിയുടെയും ക്രൂരതയുടെയും ലോകത്തോട് വിട പറയാം. സിദ്ധിയുടെയും ശാപത്തിന്റെയും ശൽക്കങ്ങൾ ഈ രാത്രി കൊണ്ട് കൊഴിച്ചു കളയാം. നാളെ മുതൽ നിന്റേതാകാം.